എൻ്റെ പൊന്നടികൾ അത് ചോദിക്കണം. എന്താണ് ഇത്? അതെന്തോന്ന് മീനത്? സ്രാവോ? ഇവരെ തള്ളിക്കളയണെന്തത്? വേണ്ടേ? ഇത് കണ്ടിട്ട് സ്രാവാണെന്ന് എനിക്ക് തോന്നണില്ല. ഇത് വല്ല തിമിംഗലം വല്ലതും ആയിരിക്കും. എന്താണത്? തിമിംഗല സ്രാവ്? ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഇത് സ്രാവ് മാത്രമല്ല, തിമിംഗല സ്രാവ്. അത്രയും വലിയ വലിപ്പമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെന്തൊരു പുള്ളിയും പോരൊക്കെ ഉണ്ട്. പൂന്തുറ കടപ്പുറത്ത് കരമടി വലയിൽ എന്തിനാണ് കരമടി വലയല്ലേ? അത് സാധാരണ വലയല്ലല്ലോ, കരമടി വലയിൽ കയറിയോ? ഈ സാധനം കരമടി വലയിൽ കയറിയതാണ് കേട്ടോ. എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ, അത് ഇവരൊക്കെ അറിയാവും. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ നല്ലോണം പണിപ്പെടുന്നുണ്ട്. ഇതിനെ തിരിച്ചിറക്കാനാണ് പാട്. തിരിച്ചിങ്ങോട്ട് ഒരു വലയ്ക്ക് വലിച്ച് കയറ്റിയതല്ലേ. ഇതിപ്പം വെയിറ്റുള്ള സാധനം ആയതുകൊണ്ട് നല്ല പണിപ്പെട്ടാലേ ഇത് തിരമാലയ്ക്ക് അപ്പുറം ആക്കാൻ പറ്റുള്ളൂ. ഈ മണലിൽ കൂടെ തള്ളി കഴിഞ്ഞാൽ ഇത് പോകത്തില്ല. കാരണം ഇത്രയും വെയിറ്റ് കിടക്കുന്ന സാധനം ആയതുകൊണ്ട്. എന്തായാലും ഇത് റയറായിട്ടുള്ള സാധനം ആയതുകൊണ്ട് അവരൊരുപാട് പണിപ്പെട്ട് എന്തായാലും തിരിച്ച് കടലിലോട്ട് വിടാൻ തന്നെ തീരുമാനിച്ചത്. എന്തായാലും കൊള്ളാം. തിമിംഗല സ്രാവ് അടിപൊളി. കറിക്ക് ഉപയോഗിക്കൂലേ? എന്ത് ഉപയോഗിക്കൂ? ശരി. എന്തായാലും കൊള്ളാം. അപ്പോൾ അങ്ങനെ എന്തായാലും മത്സ്യത്തൊഴിലാളികളുടെ ശ്രമം ഫലം കണ്ടിരിക്കുകയാണ്. തിമിംഗല സ്രാവിനെ തിരിച്ച് കടലിലോട്ട് തന്നെ വിട്ട് ഒരുപാട് പണിപ്പെട്ട്. അപ്പം എന്തായാലും എല്ലാവരും ഹാപ്പിയായി. കൊള്ളാം. തിമിംഗല സ്രാവിനെ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യങ്ങളിൽപ്പെട്ടതാണ് തിമിംഗല സ്രാവ്. എല്ലാവരും കണ്ടില്ലേ?